വിശദമായി രേഖയെടുത്ത് കൊടുത്തത്. അതെടുത്ത് വായിക്കുക, ഒരുപാട് പേജ് വായിച്ചിട്ട് എന്തായാലും സുഹൃത്ത് ചിന്തിച്ചില്ല. അതിൽ പറഞ്ഞ് മുഹിബ് എന്നുള്ള അർത്ഥം മൂപ്പരെടുത്ത് ധരിച്ചു. ഈ നാസിർ പറ്റില്ലാന്ന് മൂപ്പർ പറഞ്ഞിട്ടില്ല. നാസിർ പറ്റുമെന്ന് ഇമാം റാസി പറയുന്നു, ബഹുമാൻ അബൂ ഹയ്യാൻ പറയുന്നു, പല പണ്ഡിതന്മാരും പറയുന്നു. ഇവരൊന്നും ഒരിക്കലും തന്നെ തള്ളിക്കളയാമെന്നുള്ള വ്യാമോഹം. പിന്നെ ഇവിടെ ഇമാം റാസി ഉദ്ദേശിക്കുന്ന എന്താണ്? ഇവിടെ നാസിറെ മുൻപിനെ പറ്റുള്ളൂ എന്ന് ഇമാം റാസി ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് മുമ്പും ശേഷം വായിക്കാൻ മനസ്സിലാവാം. ഏതാവത് വായിച്ചിട്ടായിരുന്നോ? മനസ്സിലാവാൻ പറഞ്ഞവിടെ ഇക്കട്ടില്ലെന്നല്ലോ. ഏതാണ് മുമ്പ് ശേഷം എതിരാകുന്നത്? ഞാൻ വായിച്ചു, ഞങ്ങൾക്ക് തെളിവാ ഭാഗം ഞങ്ങൾ വായിച്ചു. ഇതിന് മുഹാറ് വരുന്ന ഭാഗം, മനസ്സ് വരുന്ന ഭാഗം എടുത്തു വായിക്കൂ, നമുക്ക് ചർച്ച ചെയ്യാം. പിന്നീട് പറഞ്ഞു തങ്ങളിലേക്ക് ഞാൻ ചെന്നു. ഇവിടെ ഞാൻ പറഞ്ഞു ചെന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ചെന്ന് താൻ ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സുഹൃത്ത് ആദ്യം പറഞ്ഞത് അസൈത്തിന്റെ റസൂലായിട്ട് ചെന്നാണ് മുമ്പ് ചോദിച്ചത്, അവര് ചോദിച്ചില്ല. എന്താണ് ആ പറഞ്ഞ അർത്ഥത? അസൈത്തിന്റെ മുമ്പിൽ അർത്ഥം വെക്കുക. റസൂല അടുത്ത് ചെന്നാണ് ചോദിച്ചത്, അതിനാണ് അർത്ഥം എന്ന് ചോദിക്കുന്ന അർത്ഥം വെക്കല്. ദൂരം ചോദിച്ചിട്ടില്ലല്ലോ, അടുത്ത് തന്നെ ചോദിച്ചത്. അപ്പൊ തന്നെ എന്തായാലും അടുത്ത് തന്നെ ചോദിക്കാൻ പറ്റുള്ളൂ. അതെ, അതെന്നെ പറഞ്ഞത്. അടുത്ത് ചോദിക്കാതെ നിങ്ങളിപ്പോൾ ആദ്യഘട്ടത്തിൽ അംഗീകരിച്ചു. ഇൻഷാ അല്ലാഹ് ചർച്ച തുടരുമ്പോൾ ബാക്കിയുള്ളതും അംഗീകരിക്കുമെന്ന് നാം പ്രത്യാശിക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് ബഹ്റുമായിട്ട് നാം എടുത്തു വായിച്ചു. ഇവിടെ പറഞ്ഞത് മരിച്ചുപോയ ആളുകൾ പെടുന്നു,